സഖ്യത്തിന് വൻ തിരിച്ചടി. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നു DMK. കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്ന് കനിമൊഴി. ലോക്സഭയിൽ കോൺഗ്രസിനൊപ്പം ഇരിക്കാനാകില്ലെന്ന് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ PR സുനിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സുനിൽ, നമ്മൾ പ്രതീക്ഷിച്ചതാണ് TVKയെ കോൺഗ്രസ് പിന്തുണച്ചതിന് പിന്നാലെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്ത്യ സഖ്യം ഇതാ വലിയ കൂട്ടുകാരായ കോൺഗ്രസും DMKയും ബന്ധം ഉപേക്ഷിക്കുകയാണ്. അതിൽ DMK നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു. സുനിൽ, വിനീത, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മാറ്റം ദേശീയ തലത്തിലെ പ്രതിപക്ഷ നിരയിൽ തന്നെ വലിയ പൊട്ടിത്തെറിയായി മാറുകയാണ്. ഇന്ത്യ സഖ്യം പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ DMK നേതാവ് കനിമൊഴി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഈ കത്തിൽ ആവശ്യപ്പെടുന്നത് കോൺഗ്രസുമായി ഉള്ള സഖ്യം തങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ലോക്സഭയിൽ കോൺഗ്രസിനൊപ്പം ഇരിക്കാനാകില്ല. അതുകൊണ്ട് DMK പാർലമെന്ററി പാർട്ടിക്ക് മറ്റൊരു ഇരിപ്പിടം നൽകണം. കോൺഗ്രസിനൊപ്പം യാതൊരു സഖ്യവുമില്ല എന്ന് സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ DMK കത്ത് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിനൊപ്പമില്ല, പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനൊപ്പമില്ല എന്ന് സ്പീക്കറെ ഔദ്യോഗികമായി DMK നേതാവ് കനിമൊഴി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതായാലും തമിഴ്നാട്ടിൽ TVKയെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന AICCയുടെ യോഗം ഒരു നിലപാടെടുക്കുകയും ആ നിലപാട് തമിഴ്നാട് കോൺഗ്രസ് ഘടകത്തെ അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസുമായുള്ള വർഷങ്ങൾ നീണ്ട, പതിറ്റാണ്ടുകൾ നീണ്ട സഖ്യം ഇപ്പോൾ DMK ഉപേക്ഷിക്കുന്നത്. മാത്രമല്ല, അത് സ്പീക്കറെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നിരയിൽ ഇനി കോൺഗ്രസിനൊപ്പം ഇല്ല എന്ന് DMK പ്രഖ്യാപിക്കുകയാണ്. വലിയ രാഷ്ട്രീയ നിലപാടാണ് ഈ വിഷയത്തിൽ DMK സ്വീകരിച്ചിരിക്കുന്നത്. DMKയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യം നമുക്കറിയാം, അത് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സഖ്യമാണ്. ആ സഖ്യം ഉപേക്ഷിക്കാനുള്ള ഒരു വലിയ തീരുമാനം ഇപ്പോൾ DMK എടുത്തിരിക്കുകയാണ്. ആ തീരുമാനം ഇപ്പോൾ സ്പീക്കറെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും പാർലമെന്റിൽ DMK വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ദേശീയ രാഷ്ട്രീയത്തിൽ DMK സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക നിലപാട് DMK വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസുമായി ഇനി ഒരു സഹകരണവുമില്ല. അത് തമിഴ്നാട്ടിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ പോലും ഇനി കോൺഗ്രസുമായി യാതൊരു സഹകരണത്തിലുമില്ല. കോൺഗ്രസിനൊപ്പം ഇനി വേദി പങ്കിടില്ല, കോൺഗ്രസിനൊപ്പം ഇനി പാർലമെന്റിൽ ഇരിക്കുന്നില്ല, ലോക്സഭയിൽ കോൺഗ്രസിനൊപ്പം ഇരിക്കാനാകില്ല, പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനൊപ്പം ഇല്ല എന്നിപ്പോൾ DMK ഔദ്യോഗികമായി ലോക്സഭാ സ്പീക്കറെ അറിയിച്ചിരിക്കുകയാണ്.